ഇന്നലെ ഗുരുവായൂർ ഏകദേശം കഴിഞ്ഞേ. ഇന്ന് ഗുരുവായൂർ അമ്പലം വളരെ ശാന്തമാണ് കേട്ടോ. ഇതാ ഇവിടെ കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇരുന്ന് ഊണിനുള്ള കറികൾക്കായുള്ള പച്ചക്കറി ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വട്ടമിട്ടിരുന്ന് ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നോക്കി നിന്ന് പോയി. ഇന്നത്തെ ക്ലൈമറ്റ് വളരെ നല്ല ഒരു ക്ലൈമറ്റാണ്. നല്ല തണവും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് ഇതാ ഗുരുവായൂർ അമ്പലം ഭയങ്കര ശാന്തമാണ് കേട്ടോ. ഇന്നലെ ഏകാദശിയായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമായിരിക്കാം. ഓക്കെ, ഞാനപ്പോഴേ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും പുറത്തു നിന്നൊന്ന് നന്നായി തൊഴുത് ഇനി നെക്സ്റ്റ് ലക്ഷ്യം പഴയിടം രുചിയാണ് കേട്ടോ. ഇവിടെ കയറി ഒരു ഊണ് കഴിക്കണം. കുറേ നാളുകളായി പല പല റീൽസായിട്ട് കാണുന്നു ഇവിടുത്തെ ഊണിൻ്റെ ഒരു മഹാത്മ്യതയെക്കുറിച്ച്. അപ്പം ഞാനും വിചാരിച്ചു ഇന്ന് എന്തായാലും ഇവിടെ കയറി തന്നെ ഊണ് കഴിക്കാമെന്ന്. ഇതെന്താ ഇതിപ്പോൾ എന്നൊന്ന് അറിയണമല്ലോ നമുക്ക്. അങ്ങനെ ഇതാ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ഊണിന് ബില്ലടച്ചു 168 രൂപ. ഇല വന്നു, നല്ല പച്ച കളറിലുള്ള കിളിപ്പച്ച കളറിലുള്ള നല്ല വാഴയില എത്തിയിട്ടുണ്ട്. കറികൾ ഓരോന്നായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റീൽസ്, ഇവിടെ വന്നിട്ട് യൂട്യൂബേഴ്സ് ഇടുന്ന റീൽസ് പലതായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു മഹാത്മ്യം ഇവിടുത്തെ ഊണിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നു. ഇതിപ്പോൾ എന്താ കഥ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഊണ് കഴിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ കറികളൊക്കെ വിളമ്പി കഴിഞ്ഞു, പപ്പടം എത്തിയിട്ടുണ്ട്. ഇനി ചോറും സാമ്പാറും കൂടി എത്താനുള്ളൂ, പിന്നെ പായസവും. അപ്പോൾ അതിനിടയിലുള്ള ചെറിയ രുചിക്കലാണ് ഇതൊക്കെ കേട്ടോ. ഇതാ നമ്മുടെ ചോറെത്തി, നല്ല കുത്തരി ചോറ്. ഒരു കുഴിയൊക്കെ കുഴിച്ചു. ഇപ്പോൾ ഇതിലേക്ക് സാമ്പാർ വീഴും. നല്ല സാമ്പാർ, എനിക്കിഷ്ടമുള്ള വഴുതനങ്ങ കഷ്ണം, പൊട്ടറ്റോ കഷ്ണമൊക്കെ വീണിട്ടുണ്ട്. ഇതാ കൊണ്ടുവച്ചതാണ് നമ്മുടെ പായസം. ഇതെന്താ നെല്ലിക്കുത്തരി പായസമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ കുറവ് ക്വാണ്ടിറ്റി പായസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ 2 പായസം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഒരു പായസമുള്ളൂ. അതാണെങ്കിൽ വളരെ ക്വാണ്ടിറ്റി കുറവായിരുന്നു. പിന്നെ ഇതാ ചോറ് കഴിക്കാൻ തുടങ്ങിയിരിക്കുക. സാമ്പാർ ഒരു നോർമൽ. പിന്നെ വിളമ്പിയിരിക്കുന്ന കറികളിൽ ആ മധുരക്കറി കുറച്ച് സ്പെഷ്യലായി തോന്നി. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതുപോലെയൊക്കെ തന്നെ. ചിലത് ഇതിലും ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വലിയ പ്രത്യേക ടേസ്റ്റൊന്നും പറയാനില്ല. അങ്ങനെ എന്തായാലും നല്ല വിശപ്പുണ്ട്. അപ്പോൾ എല്ലാതും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതായി ഇങ്ങനെ കഴിച്ച് നോക്കുകയാണ് കേട്ടോ. ചോറിൽ സെപ്പറേറ്റായി കറികൾ ഇങ്ങനെ കുഴച്ച് കൂട്ടി കഴിച്ച് നോക്കി. ഈ മഞ്ഞക്കറി ഉണ്ടല്ലോ, ഇത് മധുരക്കറിയാണ്. ഇതാണ് ഇതിൽ നല്ല ടേസ്റ്റായിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ ജസ്റ്റ് ആവറേജ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഭയങ്കര സ്പെഷ്യലായി ഇതിലൊന്നുമില്ല. പിന്നെ ഏറ്റവും വിഷമമുള്ള കാര്യം, ഈ പായസം രണ്ടാമത് ചോദിച്ചപ്പോൾ കിട്ടിയില്ല. ഒരു ചെറിയ, ഈ വീഡിയോയിൽ കാണുന്നത് ഇത്തിരി വലിപ്പത്തിലാണ് ആ പായസത്തിൻ്റെ കണ്ടെയ്നർ, പക്ഷെ വളരെ ചെറിയൊരു കണ്ടെയ്നറാണ് കേട്ടോ. നമുക്കിത് സാമ്പാറൊക്കെ കൂട്ടി കുഴച്ച് പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് നമുക്ക് കഴിക്കാം. ഞാൻ ഏകദേശമൊക്കെ കഴിച്ച് തീർത്തു. പായസത്തിൻ്റെ ഈ കണ്ടെയ്നറിലേക്ക് നോക്കുമ്പോഴേ ഭയങ്കര ഒരു വിഷമം. കാരണം മതിയായില്ല, തീർത്തും മതിയായില്ല. കുറച്ചും കൂടിയും കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ ഇവരുടെ ബേക്കറി സൈഡാണിത്. ഹോട്ടലിനുള്ളിൽ തന്നെ ഉള്ളത്. നല്ല നല്ല സ്വീറ്റ്സൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഊണ് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് സ്വീറ്റ്സ് വാങ്ങാൻ നിന്നില്ല. അങ്ങനെ പഴയിടം രുചിയോട് യാത്ര പറഞ്ഞുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക്.